In Kerala, a citizen network is doing what national satellites often can't. Armed with rain gauges, they track rainfall block by block to prevent a repeat of history. അപ്പോൾ രാവിലെയുള്ള എൻ്റെ ദിനചര്യകൾ കഴിഞ്ഞാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് മഴയുടെ കണക്ക് കൃത്യമായിട്ട് 8:30ക്കാണ് ഞാൻ അത് നോക്കുകയുള്ളൂ. അതെടുത്തത് ഞാൻ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ സ്ഥലത്തിൻ്റെയും കോളം വരച്ച് 73 സ്ഥലത്തിൻ്റെയും കോളം വരച്ചിട്ട് ഞാൻ എൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. The movement started in the wake of the extreme floods and landslides of 2018, one of the worst disasters the state had seen. It claimed over 480 lives and displaced tens of thousands of people. For residents like Elizabeth, the real terror was how quickly the water rose into a flood. When it starts raining, some kind of fear grips me. I know it's foolish, but still I feel scared. The 2018 disaster exposed a critical gap. Deep failures in early warnings. While national and state systems look at the broader scale, they often miss what's happening in a single location. So, ഈ DM വെബ് പോർട്ടൽ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം വയനാട് പോലുള്ള ഒരു ജില്ലയിൽ റെയിൻഫോൾ മൈക്രോ ക്ലൈമറ്റിക് റെയിൻഫോൾ കണ്ടീഷൻസ് ആണ്. സോ ഓരോ പ്രദേശങ്ങളും വളരെ വ്യത്യസ്തമായിട്ടാണ് മഴ പെയ്യുന്നത്. When the official system failed to track the rain falling in these pockets, the community decided they would track the rainfall themselves. അപ്പോൾ പ്രളയത്തിനൊക്കെ ശേഷം ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ഇപ്പോൾ ഷാജൻ പോലെയുള്ള ആളുകളുടെ കൂട്ടായ്മയിലെ പ്രളയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തൊരു പഞ്ചായത്താണ് പുത്തൻവേലിക്കര പഞ്ചായത്ത് പ്രളയം. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ മഴ പെയ്യുന്നത് ഇവിടെ അറിയാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. അങ്ങനെയാണ് മഴ മാപിനിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരെയും മഴമാപിനികൾ സ്ഥാപിക്കണമെന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത് അങ്ങനെയാണ്. In Puttanvelikara, rain monitoring efforts started small with just 27 locations. Today, a network of rainkeepers stretches from Kottayam's backwaters to the riverbanks of Ernakulam, with citizen groups such as Equinoct and the Meenachil Rain Monitoring Group operating over 270 stations. So how does this work? First, citizens measure daily rainfall. This data is shared with local authorities who use it to manage water resources and prepare for floods. In some parts of hilly Wayanad, it works like this. സോ നമ്മളിത് രാവിലെ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന റെയിൻ ഗേജസ് അല്ലെങ്കിൽ അവരുടെ HML പോലുള്ള വലിയ എസ്റ്റേറ്റ്സിൽ വെച്ചിരിക്കുന്ന റെയിൻ ഗേജസ് അവരളന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ ആപ്പിൽ വരുന്ന ഡേറ്റ നമുക്ക് ഔട്ട്സോഴ്സ് ആയിട്ട് വെബ്സൈറ്റിലേക്ക് നമുക്ക് ഡേറ്റ കിട്ടുകയും നമ്മളത് അനലൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. ലൈക്ക് കമ്മ്യൂണിറ്റീസിന് അവയർനെസ് കൊടുക്കാൻ പറ്റും ഇങ്ങനെ മഴ ഉണ്ടെങ്കിൽ. Based on that, if we can have an idea of the extent of the problem and the immense potential of its problem that may happen in that particular landscape, that may help us in a large way to reduce the risks of such disaster. So this is where the community-led initiatives have a major role. Incidents during the Kootikkal landslides in 2021 illustrate the power of citizen science. Student volunteers were on the ground watching the rain gauge levels rise in real time. അവിടെ 11 സ്റ്റുഡൻറ്റ് വോളണ്ടിയർമാർ 11 ലൊക്കേഷനിൽ നിന്ന് വൈകുന്നേരം രാത്രി 8:30 ആരും ആവശ്യപ്പെടാതെ അവർ നമ്മളോട് അറിയിക്കുന്നു ഈ മേഖലയിലെല്ലാം അതിശക്തമായ മഴയാണ്. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിലെ ഭയങ്കര മഴ എന്നൊക്കെ ഉള്ള ഭാഷയെ നമ്മൾ കുറച്ചുകൂടി ശാസ്ത്രീയത കൊണ്ടുവന്ന് തീവ്രമഴ, അതിശക്തമായ മഴ, ശക്തമായ, ദുർബലമായ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ തരാൻ ഇപ്പോൾ വോളണ്ടിയർമാർക്ക് അറിയാം. അപ്പോൾ കുട്ടികൾ 8:30 അവസാനത്തെ 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ പെയ്ത 150-160 മില്ലിമീറ്റർ മഴയെക്കുറിച്ചും ഏതോ ഒരു ലൊക്കേഷനിൽ 200-ലധികം മില്ലിമീറ്റർ മഴയെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്നു. നമ്മൾ ആ സമയത്ത് അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയം ADM-നെ അറിയിക്കുന്നു. This successful collaboration between authorities and communities generated timely and life-saving rainfall alerts. But for this local data to truly change how the country predicts weather, it must be integrated into formal science. This data currently doesn't help in any forecasting because this data has to go through a certain scientific rigor, and that scientific rigor is the only thing
that should filter such data and add it to the corpus of weather data, which will largely become the climate data of the country, which could be used for modeling forecasts. This data is very good a data to know what is the antecedent rainfall, which means the rain that has fallen over days and weeks before the defined incident. We have asked National Informatics Center to come up with a proposal to upscale the same DM suite pan Kerala, so that anybody who has a weather station or a local rain gauge, he can register that and start feeding data. അപ്പോൾ പക്ഷെ നമ്മൾക്ക് 4-5 വർഷക്കാലത്തെ ഒരു ഈ സിറ്റിസൺ സയൻസ്, മഴയെ ശ്രദ്ധിക്കുകയും മഴയെ അളക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ പരിമിതിയെക്കുറിച്ചാണ്. പോരായ്മയല്ല, പരിമിതിയാണ്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. 350 രൂപയോളം വിലയുള്ള സാധാരണ കുട്ടികൾ സ്കൂളിൽ നോക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ആദ്യഘട്ടത്തിലെ മഴ നിരീക്ഷണ ഉപകരണങ്ങൾ. With the available resources and dedication, communities are becoming the first line of defense with data collected in their backyards. പക്ഷെ ഇപ്പോൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അക്കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ മാറ്റം വരുന്നത് അങ്ങനെയാണ്.